ഓക്കെ, ഇന്ന് നല്ല മഴയുള്ള ഒരു ദിവസമാണ്. അപ്പോൾ അതാകെ മൂടിക്കെട്ടി നിൽക്കുവാണ്. ഭയങ്കര തണുപ്പാണ്. ഉച്ചയ്ക്ക് ഒരു 12:30 മണിയൊക്കെ ആയി. പക്ഷെ അതെ, ഇപ്പോൾ കുറേശ്ശെ വെയിൽ വരുന്നുണ്ട്. അപ്പോൾ നല്ല തണുപ്പുണ്ട്. അപ്പം ഞങ്ങളിന്ന് വിചാരിച്ചു ഞങ്ങളുടെ ഈ ബാർബിക്യൂ സെറ്റിൽ അപ്പോൾ പുറത്ത് ഫിഷ് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഷീ ഗോട്ട് എ സ്വാഡ്. ഓക്കെ, അപ്പോൾ ദിലുവും എസ്റ്ററും കൂടെ ഓക്ലൻഡ് ഫിഷ് മാർക്കറ്റിൽ പോയി. അവർ സ്നാപ്പർ ഫിഷും പിന്നെ ഹെനിയേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചാള മത്തി ഒക്കെ പോലെ ഇരിക്കുന്ന ഒരു ഫിഷ്, ഇത് രണ്ടുമാണ് ഇന്ന് മേടിച്ചുകൊണ്ടുവന്നത്. അപ്പോൾ ആ ഹെനിയേഴ്സ് നമ്മൾ ഫ്രൈ ചെയ്യാൻ പോവാണ്. ആൻഡ് സ്നാപ്പർ കറി ഉണ്ടാക്കാൻ പോവാണ്. എല്ലാം പ്രിപ്പറേഷൻ ബൈ ദിലു ആണ്. അതാണ് ഇന്നത്തെ ഹൈലൈറ്റ്. ഓക്കെ, അപ്പോൾ കടുകിട്ടു. ദിലുവിൻ്റെ ഫിഷ് കറി എന്ന് പറഞ്ഞാൽ നല്ല മുളകിട്ട ഫിഷ് കറിയാണ്. അതിൽ സ്പെഷ്യലിസ്റ്റാണ് ദിലു. അത് മാത്രമേ ഇഷ്ടമാവുള്ളൂ. മറ്റേ യെല്ലോ കറിയൊന്നും പുള്ളിക്ക് വലിയ താല്പര്യമില്ല ഉണ്ടാക്കാൻ. കഴിക്കും തോന്നുന്നു അല്ലേ, മരിയൊക്കെ ഉണ്ടാക്കിയാൽ കഴിക്കും. പക്ഷേ പുള്ളിയുടെ പ്രിപ്പറേഷനിൽ മുളകിട്ട മീൻ കറിയും നല്ല മുരിഞ്ഞ ഫിഷും ആയിരിക്കും ഇന്നത്തെ സ്പെഷ്യൽ. തണുപ്പത്ത് അത് കഴിക്കാൻ നല്ല സുഖമാണ്. അതെ അതെ, ഈ ബാർബിക്യൂ ഉള്ള കാരണം ഇങ്ങനെ ഫിഷ് ഫ്രൈ അല്ലെങ്കിൽ കറിയൊക്കെ പുറത്തുണ്ടാക്കാം. അതിനപ്പം നമുക്ക് വീടിനകത്ത് സ്മെല്ലൊന്നും ഉണ്ടാവാതെ നോക്കാം. പിന്നെ പുറത്ത് ഈ ഒരു നല്ല ക്ലൈമറ്റിലൊക്കെ കുക്ക് ചെയ്യുന്നത് അതൊരു സുഖം തന്നെയാണ്. ഈ ഔട്ട്ഡോർ കുക്കിംഗ് കണ്ടോ, അതുപോലെ ഇങ്ങനെയാണ്. ഇന്നലെ ആക്ച്വലി ഹെയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കടുക് പൊട്ടി തുടങ്ങി. കുറച്ച് ടൈം എടുത്തു, കാരണം പുറത്ത് കാറ്റുള്ളതുകൊണ്ട്. ഇനി ഇതിൽ ഉലുവ ഇടാൻ പോവാണ്. മീൻകറിയിൽ ഒരുപാട് ഉലുവ ഇടണം, അതൊരു പ്രത്യേക ടേസ്റ്റാണ്. അതെ അതെ, അത് കറക്റ്റ് ക്വാണ്ടിറ്റിയിൽ ഇടണമെന്ന് മാത്രം. ഇതിപ്പോൾ ഞാൻ സ്പൂൺ കണക്ക് ഇതൊന്നും പറയുന്നില്ല, ഒക്കെ ഒരു ഉദ്ദേശം വെച്ച് ആണ് ഇട്ടിരിക്കുന്നത്. ഞാനാണ് ഉണ്ടാക്കണമെങ്കിൽ സ്പൂൺ കണക്കൊക്കെ ഞാൻ പറഞ്ഞു. ഞാനിപ്പോൾ ദിലുവിൻ്റെ കുക്കിംഗ് ആയതുകൊണ്ട് അങ്ങനെയാണ്, കൈക്കണക്കാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ഒരു 2 പിടി 3 പിടി സവാള, 1.5 സവാള. ഓക്കെ, പിന്നെ വെളുത്തുള്ളി, പിന്നെ വറ്റൽമുളക് ഇത് പൊട്ടിച്ചിടുക. ഇനി അവരൊക്കെ കൂടെ നന്നായിട്ടൊന്ന് വഴന്ന് കഴിയുമ്പോൾ നമുക്ക് മസാല പൗഡേഴ്സ് ഓരോന്നിടാം. ഇവിടെ ഫിഷ് കറിക്കായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. സാറിൻ്റെ ടോയ്സൊക്കെ കഴിച്ച് ഇവിടെ ഇരുന്ന് കളിക്കുകയാണ്. സാർ ഇങ്ങനെ മഴയൊക്കെ ഉള്ള ദിവസം കുറച്ച് ബോറടിയാണ്, കാരണം ഈ തണുപ്പും പിന്നെ പുറത്തൊന്നും ഇറങ്ങാൻ പറ്റാത്തതിൻ്റെ വിഷമമൊക്കെ കൂടെയാണ്. അപ്പോൾ സവാളയൊക്കെ ഇതാ ഇങ്ങനെ വഴന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ ഫിഷ് ഇവിടെ ഫ്രൈ ചെയ്യാനായിട്ട് ഇതാ മസാലയൊക്കെ പെരട്ടി വെച്ചേക്കുന്നു. ഇത് പെരട്ടി വെച്ചത് ഞാനാണ് കേട്ടോ. ഓക്കെ, പിന്നെ ഇവിടെ സ്നാപ്പർ ഇവിടെ ഇങ്ങനെ അരിഞ്ഞ് വെച്ചിരിക്കുന്നു കറിക്കായിട്ട്. നല്ല ഉഗ്രം മഴ. അതെ, ഇതാണ് ഓക്ലൻഡ് മഴ. വിൻ്റർ ആയാൽ പിന്നെ നോക്കണ്ട, മിക്ക ദിവസവും ഇങ്ങനെ തന്നെയായിരിക്കും. അതെ, ഇതിൽ വായിച്ചുകൊണ്ടിരിക്കുന്നു. സവാള കുറച്ച് വഴന്നു. അപ്പോൾ അതേ മഞ്ഞൾപ്പൊടി 2 ടീസ്പൂൺ അല്ല 2.5 ടീസ്പൂൺ. മുളക് പൊടി കശ്മീരി മുളക് പൊടിയാണ് 2 ടീസ്പൂൺ. മതിയല്ലോ, 3 ടീസ്പൂൺ. 3.5 ടീസ്പൂൺ ഞാൻ പറഞ്ഞില്ലേ. ഇതിലൊന്ന് കുറച്ച് ഈ മുളക് കറിയോട് സൈഡ് വലിവുണ്ട്. അപ്പം ഇങ്ങനെ മുളക് പൊടി കണ്ടു കഴിഞ്ഞാൽ പിന്നെ കൺട്രോൾ കിട്ടില്ല, ഇങ്ങനെ ഇട്ടുകൊണ്ടേ ഇരിക്കും. പിന്നെ ഒരു ചേഞ്ചിന് മല്ലിപ്പൊടി ഇടുന്നുണ്ട് 3 ടീസ്പൂൺ. ഇതൊക്കെ പറഞ്ഞാലും അപാര ടേസ്റ്റാണ്, അതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല. ഉപ്പ് ആവശ്യത്തിന്, അത് നിങ്ങളുടെ ആവശ്യം പോലെ ഇടുക. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടില്ലേ? കുറച്ച് കഴിഞ്ഞിട്ടാണ്. ഓക്കെ, ഞാനിടുന്ന ഓർഡറിലല്ല ദിലു ഇടുന്നത്. ദിലുവിൻ്റെ വേറൊരു ഓർഡറാണ്.
ഇതിലൊന്ന് തോന്നുന്ന പോലത്തെ ഓർഡറാണ്. അപ്പോൾ അത് ഇനി അത് നന്നായിട്ടൊന്ന് വഴന്ന് കഴിയുമ്പോൾ നമുക്ക് മീൻ ഇടാവുന്നതാണ്. ഇത് കണ്ടോ, ഇതാണ് ഓക്ലൻഡ് വെതർ. ഇത്തിരി മുമ്പ് ഇവിടെ എന്തൊരു മഴയായിരുന്നു, ഇതാപ്പോൾ വെയിലായി. ഇവിടെ അതേ കിളികളുടെയൊക്കെ സൗണ്ട് കേൾക്കുന്നുണ്ടോ? ഇത് ആ മരത്തിൽ നിന്നാണ്. മഴ കാരണം എല്ലാവരും ആ മരത്തിലിരിപ്പുണ്ട്. അപ്പോൾ കുറേ കിളികളുടെ സൗണ്ടൊക്കെ കേൾക്കാം. വഴന്ന ശേഷം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂട്ടുക, 2 ടീസ്പൂൺ. നല്ല തണുപ്പ്, ഇത് കാരണം ഞാനിങ്ങനെ വിറച്ചാണ് വീഡിയോ എടുക്കുന്നത്. എസ്തറുദേ പുറത്തിറങ്ങി വെയിൽ കണ്ടപ്പോൾ. എസ്തർ, ബേർഡ്സിൻ്റെ സൗണ്ട് കേട്ടോ? എവിടുന്നാ? എവിടെയാ ബേർഡ്സ്? എസ്തറിനെ കാണാൻ വന്നേക്കോ. ഇനി ഇതിലേക്ക് നമ്മളുടെ കൊടംപുളി ഇട്ട് വെച്ചേക്കണ്ട വെള്ളം. കൊടംപുളി കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല ആ പുളി നന്നായിട്ട് വെള്ളത്തിലേക്ക് പിടിച്ച് കിട്ടും. അപ്പോൾ ആ വെള്ളം കൊടംപുളിയും കൂടെ ഇതിലേക്ക് കൂട്ടിലേക്ക് ഇട്ടു. ഇനി ഇത് കുറച്ചും കൂടെ വെള്ളം ഒഴിക്കണം. ഇത് തിളച്ച് വരുമ്പോൾ നമുക്ക് മീൻ കഷ്ണം ഇതിലേക്ക് ഇടാവുന്നതാണ്. ഇത് ബേസിക് മീൻ കറിയാണ്, പക്ഷേ ഇങ്ങനെ ഔട്ട്ഡോറിൽ കുക്ക് ചെയ്യുന്നതിൻ്റെ ആ ഒരു സുഖം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു, അത്രമാത്രം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് കണ്ടിട്ട്, ഓ ഇതിന് മാത്രം ഇതെന്ത് മീൻ കറിയാണ്. പക്ഷെ ഞങ്ങൾ ഈ മൺചട്ടിയിൽ ഇത് കുക്ക് ചെയ്യണതിൻ്റെ ആ ഒരു സുഖവും, ഇത് ഞങ്ങൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് മീൻ ചട്ടി. അപ്പോൾ അതിൽ കുക്ക് ചെയ്യണതിൻ്റെ, ഇങ്ങനെ പുറത്ത് കുക്ക് ചെയ്യണതിൻ്റെ ആ ഒരു സുഖം ഒന്ന് വേറെ തന്നെയാണ്. അപ്പോൾ ഇതിലേക്ക് ഇതാ വീണ്ടും വെള്ളം ധാരധാരയായി ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ദിലുവിന് ഗ്രേവി നന്നായിട്ട് വേണം മീനിനൊക്കെ. മീൻ ചാറ്, കാരണം ഇങ്ങനെ സാമ്പാർ പോലെ ദിലുവിന് ഇങ്ങനെ കോരി കുടിക്കണം. അപ്പം അതുകൊണ്ട് ദിലു വെള്ളം ഒഴിച്ചുകൊണ്ടേയിരിക്കും. അതും ദിലുവിൻ്റെ ഒരു ചെറിയ പ്രശ്നമാണ്. പിന്നെ തിളക്കട്ടെ. അപ്പോൾ ഫിഷ് തിളച്ചോന്ന് നോക്കട്ടെ. ആ തിളച്ചു. ഫിഷല്ല, സോറി, ചാറ്, നമ്മുടെ മസാല കൂട്ട് തിളച്ചു. പിന്നെ അതിലേക്ക് നമ്മുടെ ഫിഷ് ഇടണം. തിളച്ചു. അപ്പം അതിലേക്ക് ഇതാ മീൻ കഷ്ണങ്ങൾ ഇങ്ങനെ ഇടുവാണ്. സ്നാപ്പർ ഇവിടുത്തെ എന്താ പറയുക, ഇവിടുത്തെ കിവീസിൻ്റെ വളരെ ഫേവറേറ്റ്, അതെ ദേശീയ മീനാണ്, ഫേവറേറ്റ് ഫിഷാണ്. അല്ല, എന്തായാലും അവരുടെ ഫേവറേറ്റ് ഫിഷാണ്. നമ്മൾ അവിടെ നമ്മൾക്ക് മറ്റേ എന്താ കിങ് ഫിഷ് എന്നൊക്കെ പറയണ പോലെയാണ് ഇവിടെ ഭയങ്കര അവർക്ക് ഇഷ്ടമുള്ള മീനാണ് ഈ സ്നാപ്പർ. അവർ അതെ കടൽ മത്സ്യമാണ്. ഇവിടെ അവർ ഫിഷിങ്ങിനൊക്കെ പോയിട്ട് എപ്പോഴും അവർക്ക് കിട്ടുന്ന ഒരു മീനാണ് ഈ സ്നാപ്പർ. സ്നാപ്പർ, ട്യൂണ, സാൽമൺ, ഇതൊക്കെയാണ് ഇവിടുത്തെ ഇവരുടെ ഇഷ്ടമുള്ള മീൻ. അപ്പോൾ മീൻ കഷ്ണങ്ങൾ ഇട്ടു. ഇനിയിപ്പോൾ അതൊന്ന് തിളച്ച് ഏകദേശം ഒരു 20 മിനിറ്റൊക്കെ തിളയ്ക്കണം. അപ്പോഴാണ് മീനൊക്കെ എല്ലാം നന്നായിട്ട് വേവുക. അത് കഴിയുമ്പോൾ മീൻ കറി റെഡി. ശരി, ടേസ്റ്റ് ഇല്ലെങ്കിലും ലുക്ക് ഉണ്ടായാൽ മതി അല്ലേ. അയ്യോ, ഇതിപ്പോ റെയിൻ പ്ലസ് ഹെയിലാണ്. ആ ഹെയിൽ ചെറിയ ചെറിയ ഐസ് തരികൾ കണ്ടോ. പാവം തിന്നു. ഫിഷ് തുടങ്ങിയും പോയി. ഇനിയിപ്പോൾ തീർത്തിട്ടേ വരാനും പറ്റുള്ളൂ. 20 മിനിറ്റ് കഴിഞ്ഞു. മീൻകറി റെഡിയായെന്ന് നോക്കാം. ആഹാ, നല്ല സ്മെല്ല്. ആഹാ, ഇതും ചോറും കൂട്ടി കഴിച്ചാൽ എൻ്റെ സാറേ, പിന്നെ വേറെ കറിയൊന്നും വേണ്ട. എനിക്ക് അങ്ങനെയാണ് ആക്ച്വലി. മീൻകറിയോ അങ്ങനെ എന്തെങ്കിലും ചിക്കനോ ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ എനിക്ക് വേറെ ഒന്നും വേണ്ട. ഇതിലൊന്നും പക്ഷേ പിന്നെയും വേണം എന്തെങ്കിലുമൊക്കെ കറികൾ. അപ്പോൾ കൂടെ കഴിക്കാൻ ഞാൻ പയറ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇന്നലത്തെ ബീട്രൂട്ട് മെഴുക്കുവരട്ടി ഉണ്ട്. പിന്നെ മോരുണ്ട്, മീൻകറിയുണ്ട്, ഫിഷ് ഫ്രൈ ഉണ്ട്. ഇനി എന്ത് വേണം?
അല്ലേ? ഒരു കലം ചോറ് കഴിക്കാം അല്ലേ? ഇവിടെ മുഖം നോക്കട്ടെ. അപ്പോൾ ഫിഷ് കറി റെഡി. ഇനി നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്യാം. അപ്പോൾ ഇതാ മീൻ കറി ദിലു പുറത്തുനിന്ന് കൊണ്ട് വാങ്ങി ഇവിടെ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതെടുത്തങ്ങ് കഴിച്ചാൽ മതി. ഇതാ എപ്പോഴും തിളച്ചുകൊണ്ടിരിക്കുക. നല്ല ഫ്രഷ് മീൻ കറി. ഉപകാര സ്മെല്ല് പറയാതെ വയ്യ. അപ്പം ഇനി ഞങ്ങൾ ഫിഷ് ഫ്രൈ ചെയ്യട്ടെ. ഫിഷ് ഫ്രൈ ചെയ്യുന്നതിലേക്ക് കിടക്കുവാണ്. അപ്പോൾ എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ പിടപ്പിടയ്ക്കുന്ന മീനുകളെ അങ്ങോട്ട് ഫ്രൈ ചെയ്യുവാണ്. രണ്ടെണ്ണം ഇട്ടാൽ മതി. മൂന്നെണ്ണം ഇടാൻ പറ്റുമോ? പിന്നെ എന്തായാലും ഒരെണ്ണം വീണ്ടും സ്പെഷ്യൽ സെപ്പറേറ്റ് ഫ്രൈ ചെയ്യണ്ട. അപ്പോൾ അതെ ഫിഷ് തിരിച്ചിട്ടതിന് മുമ്പ് ഇതിൽ തന്നെ വിളിച്ചില്ല. അപ്പോൾ ജസ്റ്റ് മിസ്സായിപ്പോയി. ഞാൻ തിരിച്ചിട്ടു. ഇങ്ങനെ റെഡിയായിക്കൊണ്ടിരിക്കുന്നു. എന്തൊരു സ്മെല്ല്! എനിക്ക് വിശന്നിട്ട് വയ്യ. അയ്യോ, അതൊന്ന് പിടിച്ച് ഒരു പ്ലേറ്റ് ചോറ് കഴിക്കണം. അപ്പം എസ്തർക്കുട്ടി ഇവിടെ വിശന്ന് പോയി. എസ്തർക്കുട്ടിക്ക് കാരണം ഒരു 1:30 മണിയായി. അപ്പം എസ്തർക്കുട്ടി ഭക്ഷണം കഴിക്കുന്ന ടൈം കഴിഞ്ഞു. അപ്പം എസ്തർക്കുട്ടി ഇതേ ഫിഷ് കറി, കുറച്ച് ഫിഷ് കഷ്ണങ്ങളൊക്കെ ഞാൻ ഇട്ട് കൊടുത്തു, മുള്ളൊക്കെ മാറ്റി. അപ്പം എസ്തർക്കുട്ടി അങ്ങനെ ആസ്വദിച്ച് മീൻകറിയും ചോറും കൂട്ടി കഴിക്കുകയാണ്. കണ്ടോ? യമ്മി. തംസപ്പ് എന്ന് യമ്മി എന്ന് പറഞ്ഞേ. യമ്മി. അപ്പോൾ മീൻ റെഡിയായി. ഞങ്ങൾ 3 കഷ്ണങ്ങളെ വറുത്തുള്ളൂ. കാരണം പിന്നെ വറുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മീൻ റെഡിയായി. ആഹാ, ഇതിലൂ മനസ്സഹിക്കാൻ പറ്റണില്ല. അല്ലേലേ വറുത്ത മീൻ എൻ്റെ ഒരു വീക്ക്നെസ്സാണ്. പണ്ട് അമ്മ മീനൊക്കെ വറുത്ത് ഇലയിലാ തരിക. പ്ലേറ്റിൽ സ്മെല്ലൊന്നും വരണ്ടാന്ന് പറഞ്ഞാൽ അമ്മ ഇലയിൽ മീൻ വറുത്തതും പിന്നെ ചോറും മീൻ വറുത്തതും കൂട്ടി ഞാൻ കഴിക്കുമായിരുന്നു. അത്ര ടേസ്റ്റാണ്. അതിൻ്റെ മീനിൻ്റെ പൊടിയും ഒക്കെ ചേർത്ത്. അപ്പം അതൊക്കെ ഓർമ്മ വരുന്നു. പിന്നെ ഫിഷ് കറി ഞാൻ നല്ലോണം കഴിക്കാനൊക്കെ തുടങ്ങിയത് ദിലുവിൻ്റെ വീട്ടിൽ വന്നപ്പോഴാണ്. ദിലുവിൻ്റെ മമ്മിയുടെ ഫിഷ് കറി നല്ല ടേസ്റ്റുള്ള പല ടൈപ്പിൽ മമ്മി ഫിഷ് കറീസ് ഉണ്ടാക്കും. അപ്പം അങ്ങനെ ഫിഷ് കറിയും ഇഷ്ടമായി. അല്ലെങ്കിൽ മുമ്പ് എനിക്ക് അത്ര ഫിഷ് കറിയോട് വലിയ ഇഷ്ടമുള്ള ആളായിരുന്നില്ല. ഞാൻ ഫിഷ് ഫ്രൈ മാത്രമേ കഴിക്കുകയുള്ളായിരുന്നു. ഇപ്പോൾ എനിക്ക് മീൻ കറിയും ഇഷ്ടമാണ്, മീൻ ഫ്രൈയും ഇഷ്ടമാണ്. അപ്പോൾ ഇത് ദിലുവിൻ്റെ ഒരു സ്പെഷ്യൽ ഇതാണ്. ഞാൻ ദിലു ചെയ്യണം മാത്രമാണ് ഇങ്ങനെ കണ്ടേക്കണത്. അതായത് മീൻ വറുത്ത അതേ എണ്ണയിൽ സവാളയും വെളുത്തുള്ളിയും ഇട്ട് വഴറ്റുക. അപ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. നല്ല ക്രിസ്പായിട്ട് ആവണ വരെ വറുക്കണം. അപ്പോൾ ആ മീനിൻ്റെ ആ വറുത്ത എണ്ണയിലായതുകൊണ്ട് അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. സവാള മുരുമുര വറുക്കുന്നില്ല. ആക്ച്വലി ഇതിൽ മുരുമുര ആണ് വറുക്കാറുള്ളത്. പിന്നെ എന്ത് പറ്റിയെന്ന് അറിയില്ല. ക്ഷമ കിട്ടുമെന്ന് തോന്നുന്നു. എന്തായാലും സവാള വെന്തിട്ടുണ്ട്. അപ്പോൾ ആ മീനിൻ്റെ മുകളിലേക്ക്, വറുത്ത മീനിൻ്റെ മുകളിലേക്ക് ആ സവാള ഒന്ന് തൂകുക. എന്നിട്ട് ഈ മീനും ആ സവാളയും വെളുത്തുള്ളിയും ആ തക്കാളിയും ഒക്കെ കൂടെ ചേർത്ത് വേണം കഴിക്കാൻ. അതൊരു അപാര ടേസ്റ്റ് തന്നെയാണ്. മതിൽ വേഗമാവട്ടെ, നമുക്ക് കഴിക്കാം. എനിക്കിനിയും പിടിച്ചു നിൽക്കാൻ വയ്യ. അപ്പോൾ ദാ ഫിഷ് ഫ്രൈ റെഡി. അപ്പോൾ ഞങ്ങൾ ഈ ഫിഷ് ഫ്രൈയും ഫിഷ് കറിയും കൂട്ടി ഞങ്ങൾ ഇന്ന് ഞങ്ങളുടെ ഉച്ചയൂണ് കഴിക്കാൻ പോവുകയാണ്. അല്ലേ എസ്തർ? എസ്തർ ഇതേ കുറേ ചോറും മീനും ഒക്കെ കഴിച്ച്. എസ്തറിന് ആക്ച്വലി ഇത് ഇത്തിരി എരിവ് മീൻകറിയാണ്, എന്നാലും എസ്തർ കഴിച്ചു. എസ്തറിന്
നമ്മുടെ അത്രയും എരിവ് കഴിക്കാൻ പറ്റില്ല, എരിവാണ്. കാരണം ഇവിടെ എസ്ര ഡേ കെയറിൽ പോകുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഡേ കെയറിലെ ഫുഡൊക്കെ എരിവില്ലാത്ത ഫുഡായതുകൊണ്ട് ആൾക്ക് എരിവ് അത്രയ്ക്ക് അങ്ങോട്ട് പറ്റില്ല, കുറച്ച് സൈപ്പാണ്. എന്നാലും ഷീ സെയിങ് വെരി ഗുഡ് എന്ന്. ഇറ്റ്സ് ടേസ്റ്റി അല്ലേ? ടേസ്റ്റി മീൻ കറി. അപ്പോൾ എസ്തർ അപ്രൂവ് ചെയ്തു. അപ്പോൾ ഇനി ഒന്നും നോക്കാനില്ല, അടിപൊളി തന്നെ. അപ്പം ഞങ്ങളിത് കഴിക്കട്ടെ.